ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിശേഷം വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇപ്പം ഇന്നലെ പ്രത്യേകത? ഇന്നലെ പണിക്കാർക്ക് ചിലവ് വേണം പറഞ്ഞ ദിവസമായിരുന്നു. അപ്പോൾ ഇതാ ബിരിയാണി റൈസ് ഉണ്ടാക്കുമല്ലോ, അതുപോലത്തെ ചോറ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കന് കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ 4 പണിക്കാരാണ് കേട്ടോ ഇന്നത്തെ ദിവസം ഉള്ളത്. അപ്പോൾ ഇന്നലത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മുടെ ലിൻറ്റിൽ വാർപ്പ് ചെയ്യുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമുണ്ട് മക്കളെ. പണിയൊക്കെ ഇത്രയും എത്തിയതിന്. ഇനിയിപ്പോൾ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞാൽ പടവ് വീണ്ടും തുടങ്ങി വാർപ്പാവാനായിട്ടുണ്ട്. എന്തായാലും എല്ലാം നല്ലതുപോലെ നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടുകാരെ പ്രാർത്ഥന ഒരുപാടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് നമ്മളെ പ്രാർത്ഥനയിൽ വീണ്ടും ഉൾപ്പെടുത്തട്ടോ. നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ. സ്വന്തമായിട്ടൊരു വീട് എന്നുള്ള സ്വപ്നം നമ്മുടെ മനസ്സിൽ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവില്ലേ, പ്രത്യേകിച്ച് ഇന്നെപ്പോലുള്ള വീട്ടമ്മമാരുടെ മനസ്സിലുണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ ആഗ്രഹം കേട്ടോ, സ്വന്തമായിട്ട് നമുക്കൊരു വീട്, അതിൽ താമസിക്കുക എന്നൊക്കെയുള്ള വലിയ ആഗ്രഹമാണ് കേട്ടോ. ആ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇതാ 5 വർഷമായി ഇങ്ങനെ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. വേറെ ഒന്നുമല്ല, വീട് പണി പിന്നെ ഒന്നും ആവാതെ ഇരുന്നിട്ടാട്ടോ. പിന്നെ പറഞ്ഞാൽ തേപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഒരുപാട് കൂട്ടുകാർ നമ്മളെ വീട് കാണാതെ ഇരുന്നിട്ടുണ്ട്. വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താതെ ഇരുന്നിട്ടുണ്ട്. അന്നൊക്കെ പറഞ്ഞിരുന്നു വീഡിയോയിൽ വീട് കാണിച്ചു തരുമോ, അതിൻ്റെ റൂമൊക്കെ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പം നമ്മൾ മടിച്ച് നിന്നത് ഒരു റൂമായിട്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കേൾക്കുമ്പോൾ ചിലവർ വിചാരിക്കും ഇത്രയും ഇല്ലാത്ത പോലെ എത്രങ്ങാനും ആൾക്കാരുണ്ട്, വാടക വീട്ടിൽ താമസിക്കുന്ന പോലെ എത്രങ്ങാനും ആൾക്കാരുണ്ട് എന്നല്ലേ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളാണ്. നമ്മളെല്ലാവരും ഒരേപോലെ ആവണം എന്നില്ലല്ലോ. അതുപോലെ തന്നെ സാഹചര്യങ്ങൾ പല രീതിയിലാവും. അതുകൊണ്ട് നമുക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, എന്തായാലും ഒരു വീടുണ്ടെങ്കിൽ അതിന് 2 റൂം ബെഡ്റൂം വേണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ സാക്ഷാത്കരിച്ച് വന്നത്. എന്തായാലും മക്കളെ, ഇതാ നമ്മളെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 അടുപ്പിൽ തീ അങ്ങോട്ട് മൂട്ടിയപ്പോൾ അവിടെ നിന്ന് വേവ് എന്ന് ഞാൻ ഭയങ്കര ചൂട്. അടുക്കളേൻ്റെ ചൂടും ഇതാ പുറത്ത് വന്നപ്പോൾ വെയിലിൻ്റെ ചൂടും ഒക്കെ പാടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാക്കണ് ഞാൻ പറഞ്ഞിരുന്നില്ല, ഇന്നിപ്പോൾ 4 പണിക്കാരാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 10 മണിക്ക് കഞ്ഞി ആക്കിയാലോ എന്ന്, കഞ്ഞിയും ചോറും കൊടുക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ 10 മണിക്ക് കഞ്ഞി ആക്കിയാലോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു പണിക്കാർ വേണ്ട, ഒരു നേരത്തെ ചിലവ് മതി എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെയാണ് പിന്നെ ഞാൻ നെയ്ച്ചോറും ചിക്കനും വെക്കാലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ ദാ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. 11:30 ആയപ്പോഴത്തേനും എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവരെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 12 മണിക്കാണ് ചോറുണ്ണാനൊക്കെ കയറിയത് കേട്ടോ. ഇഷ്ടപ്പെട്ടു, നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറയേ. അതിൻ്റെ ഇടയിൽ കൂടെ ജനവാതിൽ തുടച്ച് നന്നാക്കണമുണ്ട് കേട്ടോ. കാരണം ഈ സിമെൻ്റൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി ഇടുമ്പോഴേ ജനാൽമൊക്കെ ആവണുണ്ട്. അത് ആ ഒരു സമയത്ത് തന്നെ തുടച്ച് വൃത്തിയാക്കിയാൽ ആ ജനവാതിൽ അങ്ങോട്ട് വൃത്തിയായി കിട്ടും. അല്ലെങ്കിൽ എന്താവും, നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ നിന്നാൽ പിന്നെ നമ്മൾ പെയിൻ്റ് അടിക്കാരൊക്കെ വിളിക്കുമ്പോൾ ഓൽക്ക് അത് വലിയ ബുദ്ധിമുട്ടാവും കേട്ടോ. അതൊക്കെ പറഞ്ഞാലാണ് വിഷ്ണുവിൻ്റെ അച്ഛൻ ആ ജനവാതിൽ ഇപ്പം തന്നെ അങ്ങോട്ട് വൃത്തിയാക്കിയൊക്കെ എന്നാൽ പിന്നെ ഓൽക്ക് അതിന്മേൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ തുടച്ച് വൃത്തിയാക്കുകയാണ്. അപ്പം എന്നോട് പറഞ്ഞു ജനവാതിൽ തുടച്ച് വൃത്തിയാക്കുക. അന്നത്തെ ദിവസമാണെങ്കിൽ പൈപ്പിൽ വെള്ളമില്ലേ, ആക്കി വെച്ച വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. വാർപ്പിന് വേണ്ടിയിട്ടുള്ള വെള്ളം 3 ഡ്രമ്മിൽ വെള്ളം ആക്കി വെച്ചായിരുന്നു. അതിൽ എന്നോട് വിഷ്ണുവിൻ്റെ അച്ഛൻ പറഞ്ഞു ഈ ജനവാതിലും കൂടെ തുടക്കുന്നിട്ട് കുറച്ച് നേരം ഒന്ന് തുടച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇനി ഞാൻ തുടക്കൂല, ഞാൻ അടുക്കളപ്പണി കഴിഞ്ഞാണ്ട് ഇപ്പോൾ വരികയാണ്, എനിക്കും വേണം കുറച്ച് റെസ്റ്റ്. പിന്നെ മക്കളൊക്കെ കിണറ്റിങ്ങൊക്കെ കൊണ്ടുപോയി കുളിപ്പിക്കും വേണം. പിന്നെ അകത്തേക്കുള്ള വെള്ളം കിണറ്റിൽ നിന്ന് കോരി കൊണ്ടുവരും വേണം. അങ്ങനെയൊക്കെ പാടൊരു തിരക്കായിരുന്നു കേട്ടോ. എന്തായാലും വേണ്ടില്ല, ആ ഒരു സമയമായപ്പോഴത്തേനും പണിക്കാർക്കുള്ള ചോറും കറിയൊക്കെ റെഡി ആയപ്പോഴാണ് സത്യം പറഞ്ഞ ഒരു സമാധാനം ആയത് കേട്ടോ.
അങ്ങനെ വാർപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ പണിക്കാരെല്ലാവരും ചോറുന്നു കേട്ടോ. ചോറുന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും ചോറുണ്ണാൻ വേണ്ടിയിട്ട് ഇതാ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ പറഞ്ഞിരുന്നില്ലേ ബിരിയാണി റൈസ് വെക്കും പോലെ നെയ്ച്ചോറ് വെച്ചണത് എന്ന്. അങ്ങനെ ചോറുണ്ട്, തൈരുണ്ട്, പിന്നെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ രാജു ഒരു അച്ചാറും ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അങ്ങനെ അച്ചാർ, പപ്പടം, അങ്ങനെ വിഭവങ്ങളൊക്കെ ഉച്ചക്കത്തെ ഇന്നലത്തെ വിഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. പിന്നെ വെള്ളം. അങ്ങനെ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ. പിന്നെ ഞാനിതാക്കണ് ഇന്ന് ഞായറാഴ്ച ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതേന്നു കേട്ടോ. കുറേ കൂട്ടുകാർ ചോദിക്കലുണ്ട് വീട്ടിലേക്ക് പോവലില്ല ചേച്ചിയേന്ന്. അങ്ങനെ വീട്ടിലേക്ക് ഇതാ പോന്നിട്ടുണ്ട്. അമ്മ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മക്കൊരാളെ കാണാണ്ട് എന്ന് പറഞ്ഞാണ്ട് അതിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ വരും അമ്മ അതിലങ്ങോട്ട് പോയിന് അവിടുത്തെ അമ്മമ്മനെ കാണാൻ. ഇനി പോവാനായിട്ടുണ്ട്. ഞങ്ങളിവിടെ വന്നു, ചോറൊക്കെ തിന്ന്, കപ്പൊക്കെ ഉണ്ടായിരുന്നു, കപ്പ കൂട്ടാൻ വെച്ചു, ചോറൊക്കെ തിന്നു. പിന്നെ ഇപ്പം സമയം എന്ന് പറഞ്ഞാൽ 4:30 ആവാനായിട്ടുണ്ട്. ഇനി അവിടെ ചെന്നിട്ടാണ് നനച്ചിട്ടില്ല. പടവ് കഴിഞ്ഞതല്ലേ, പിന്നെ ലിൻഡൽ വാർപ്പും കഴിഞ്ഞു, അതുകൊണ്ട് നനക്കാനൊക്കെ ഉണ്ട്. പിന്നെ അതാ മുറ്റടിച്ച് വരാണ്ട് ഇവിടെ. മുറ്റൊക്കെ അടിച്ചോരി പോവാൻ നോക്കട്ടെ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ മുറ്റ ഈ റബ്ബറൊക്കെ ആയിട്ടേ ആകെ ചമ്മല നിറഞ്ഞു. പിന്നെ മഹാഗണീൻ്റെ കായൊക്കെ ചാടിയിട്ടുണ്ട്. അതൊക്കെ ഒരു ചാക്കൊക്കെ പെറുക്കിയിടണം. എന്നിട്ട് മുറ്റടിച്ച് വരണം. ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മ. ചായ കുടിച്ചിട്ട് അതിലൊറ്റക്ക് പോകണ്ട. മുറ്റമൊക്കെ കണ്ടില്ല. മുറ്റമൊക്കെ ആകെ പരന്ന് കിടക്കണം. മഹാഗണീൻ്റെ കായാന്ന് പറഞ്ഞത് ഇതാക്കണം കേട്ടോ. ഇത് ഞങ്ങൾ ഇത് തോണിയാണ് കേട്ടോ. കയ്യിൽ എന്ന് പറയണ ചെറുതായെന്നൊക്കെ കളിക്കുമ്പോൾ ഇത് കയ്യിലാണ് അറിയാം. ചിരട്ടയിലൊക്കെ ചോറും കൂട്ടാനൊക്കെ കളിക്കുമ്പോൾ ഇത് കയ്യിലാക്കി എടുക്കും കേട്ടോ. മഹാഗണീൻ്റെ മരം ഇതാ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പോണ്ട. ഇവിടെ വിഷ്ണു കുറേ ചെടി കുഴിച്ചിട്ടായിരുന്നില്ലേ, അത് തെച്ചിമേലൊക്കെ പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതാ പിന്നെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ചെടികളെ കുറിച്ചൊന്നും വല്ലാണ്ട് അറിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പേരൊന്നും വല്ലാണ്ട് അറിയില്ല. അതുകൊണ്ട് അറിയണോലൊക്കെ കമൻറ്റ് ചെയ്യേ. പിന്നെ ഇതാ ഇവിടെ ഒന്ന് കണ്ടോ. ഇതിൻ്റെ പേരെന്താ അറിയില്ല കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഒരു തക്കാളി തൈ ഉണ്ട് കേട്ടോ. ഞാൻ അമ്മനോട് ചോദിച്ചു ഇതുവരെ തക്കാളി ഉണ്ടായിട്ടില്ല അമ്മേന്ന്. അപ്പം എന്താ അറിയോ, തക്കാളി തൈ കുറച്ചിങ്ങോട്ട് ഈ ഒരു വലിപ്പം ഇത്രത്തോളമൊക്കെ എത്തുമ്പോൾ തക്കാളി ഉണ്ടാവൂലേ. പക്ഷെ ഇത് വളർന്ന് വലുതായിട്ട് പോണ്. കണ്ടതിൻ്റെ വലിപ്പം ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരൊറ്റ തക്കാളി ഉണ്ടായിട്ടില്ലായിരുന്നു. ഉണ്ടാകുമായിരിക്കും. ഞാനേ പോകുമ്പോഴത്തേന് അമ്മക്ക് മുറ്റൊക്കെ അടിച്ചൊരു കൊടുക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും. കൂട്ടുകാർക്ക് ഇഷ്ടമായ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ചൂലൊക്കെ കയ്യിൽ പിടിച്ചൊക്കെ അടിച്ച് തരട്ടെ കേട്ടോ. അപ്പം ബൈ.